എല്ലാവർക്കും സുഖമല്ലേ? ഓണമൊക്കെ ഇങ്ങ് അടുത്ത് വരുമല്ലേ? അപ്പോൾ ഞാൻ കരുതി നമ്മുടെ ചാനലിൽ ഇനി ഒരു ഓണം വൈബ് വരുന്ന ജ്വല്ലറീസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓണം സീരീസിലെ പാർട്ട് 1 വീഡിയോ ആണ് ഇത്. ഒരു ഇയറിംഗ് നോക്കാം നമുക്ക്. ഈ ഒരു ഇയറിങ്ങിന് വേണ്ടി ഞാനൊരു ഐപ്പിനാണ് ആദ്യം എടുത്തിരിക്കുന്നത്. അതിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഐപ്പിൻ്റെ ലൂപ്പ് പോലെ ഒരു ലൂപ്പ് ഓപ്പോസിറ്റ് സൈഡിലാക്കി കൊടുക്കാം. രണ്ട് സൈഡിലും 2 ലൂപ്പാക്കി എടുക്കണം. ഒരു സൈഡിൽ ഓൾറെഡി ഒരു ലൂപ്പുണ്ട്. ഇപ്പോൾ അപ്പുറത്തെ സൈഡിലും കൂടെ ഒരു ലൂപ്പാക്കി ഇതുപോലെ ആക്കി എടുക്കണം. എന്നിട്ട് B7000 ഗ്ലൂ തേച്ചിട്ട് ഒരു ക്രീം കളർ സ്ക്വയർ കുന്തൻ ബീഡാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒരു ക്രീം കളർ സ്ക്വയർ കുന്തൻ ബീഡ് ഇങ്ങനെ ഒരെണ്ണം ഒട്ടിച്ചു കൊടുത്തു. പിന്നെ വേറെ ഒരെണ്ണവും കൂടെ 2 എണ്ണം ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഈ B7000 ഗ്ലൂ ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ, നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിപ്പിടിച്ചാൽ വരുന്നുള്ളൂ. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഒരു ചെറിയ സൈസിലുള്ള ഐപ്പിനാണ്. ലെങ്ത്ത് കുറഞ്ഞ് 2 സൈഡിൽ ഇതുപോലെ ലൂപ്പാക്കി കുറച്ചും കൂടെ ചെറിയ സൈസിലുള്ളൊരു ഐപ്പിൻ വേണം. അതിങ്ങനെയാണ് ട്വിസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഒരു സൈഡിൽ ലൂപ്പ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ വരണം കേട്ടോ അതിൻ്റെ ലൂപ്പ്. എന്നാലേ നമുക്ക് തൂക്കിയിടുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. കണ്ടോ? അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലൂ തേച്ചിട്ട് അതിനകത്ത് ഒരെണ്ണം ഒട്ടിച്ചു കൊടുക്കാം. ഒരു കുന്തൻ സ്റ്റോണാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ബ്ലാക്ക് കളർ സീഡ് ബീഡ്സിൻ്റെ ഇതുപോലത്തെ മണികളാണ്. നമുക്ക് തന്നെ ആക്കിയെടുക്കാം, അല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാനൊക്കെ കിട്ടും കേട്ടോ. 2 കമ്മലിന് വേണ്ടിയിട്ട് ഒരെണ്ണം വെച്ചിട്ടുള്ളതും പിന്നെ 2 എണ്ണം വെച്ചിട്ടുള്ള കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ചിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ 2 കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചതിൽ ഞാൻ ഈ സീഡ് ബീഡ്സിൻ്റെ മണികൾ ഓരോന്നായി ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കുവാണേ. ആ ലൂപ്പിൽ നമുക്ക് എത്ര മണികൾ ഹാങ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിൻ്റെ മാക്സിമം നമുക്കങ്ങനെ ഹാങ് ചെയ്ത് ഓരോന്നായിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് അത് നല്ലതുപോലെ ക്ലോസ് ചെയ്യാം. ഇങ്ങനെ നല്ലതുപോലെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും കൂടെ ഞാൻ 2 കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുവാണേ. അപ്പം 2 സൈഡിലും നമ്മൾ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ 2 സൈഡിലും കുന്തൻ സ്റ്റോൺസ് ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒരെണ്ണം ഒട്ടിച്ചു കൊടുത്ത പാർട്ടിൽ അത് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഹാങ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. കണ്ടോ? ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കുക. ആദ്യം 2 ബീഡ് ഇട്ട് കൊടുത്തിട്ട് ഹാങ് ചെയ്തിട്ട് വീണ്ടും അടുത്ത 2 ബ്ലാക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ആക്കി അത് നല്ലതുപോലെ ക്ലോസ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു ഇയർ ഹൂക്കിൽ ഹാങ് ചെയ്ത് കൊടുക്കാം. ഇയർ ഹൂക്കിൽ എങ്ങനെ ഹാങ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇയർ ഹൂക്ക് ഹാങ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം 2 ബ്ലാക്ക് ബീഡ്സ് ആഡ് ചെയ്യുക, പിന്നെ ഹൂക്ക് ആഡ് ചെയ്യുക, പിന്നെ വീണ്ടും 2 ബ്ലാക്ക് ബീഡ്സും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ മുകളിലും കൂടെ കുറച്ച് ഹാങ്ങിങ്സ് ആയിട്ട് ഇങ്ങനെ മണികളായിട്ട് കിടക്കും. കണ്ടോ ഇങ്ങനെ. ഇനി ഞാൻ ഇത്രയും ലെങ്ത് ഇല്ലാതെ വേറൊരു ടൈപ്പ് കുന്തൻ ബീഡ്സ് യൂസ് ചെയ്ത് ഇതേ മോഡലിൽ എങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കാം. ഇത് ഞാൻ ഇപ്പം ഒരു ഐപ്പിനെ എടുത്തിട്ടുള്ളൂ. ഇതിൽ ഞാൻ ഒരു മിറർ ടൈപ്പിലുള്ള കുന്തൻ സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. 2 എണ്ണം ഇതുപോലത്തെ സ്ക്വയർ ഷേപ്പിലുള്ള മിറർ ടൈപ്പിലെ കുന്തൻ ബീഡ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. അത് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷമാണ് നമുക്ക് ഇതിനകത്തുള്ള ബീഡ്സ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിലും കൂടെ ഞാൻ കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുവാണേ. 2 എണ്ണം 2 സൈഡിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. ഇനി ഇതിൽ ഞാൻ റെഡ് കളർ ബീഡ്സാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. റെഡ് കളർ ബീഡ്സ് ഹാങ് ചെയ്ത് കൊടുക്കുവാണ്. മാക്സിമം അതിനകത്ത് ഇടാൻ പറ്റുന്ന അത്രയും റെഡ് കളർ ബീഡ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഇങ്ങനെ ഫുൾ ഇതിനകത്ത് ഹെവി ആയിട്ട് ആഡ് ചെയ്താൽ അത്രയും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ.
പക്ഷേ നല്ല ഹെവി ആക്കി കഴിഞ്ഞാൽ ഹാങ് ചെയ്യുമ്പോഴത്തേക്കും ആടില്ല, ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കും. കുറച്ച് ഇതുപോലത്തെ രീതിയിലാക്കി കൊടുക്കാം. ഇനി ഇതിന് ഞാൻ ഈ ടൈപ്പ് ഇയർ ഹൂക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇയർ ഹൂക്ക് ഇടുന്നതിന് മുമ്പ് 2 റെഡ് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേണം ഇയർ ഹൂക്ക് ഇട്ട് കൊടുക്കാൻ. പിന്നെ വീണ്ടും നമ്മൾ 2 റെഡ് കളർ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ദേ അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇനി ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ടാൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. ഇതേ മോഡലിൽ തന്നെ ഞാൻ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ട് കൊടുക്കുവാണേ. ബ്ലാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ. ഒരു ഓണം വൈബ് കിട്ടും. ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കളറാണല്ലോ. കരിമണി ബീഡ്സാണ് ഇത്. ഇയർ ഹൂക്ക് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ബ്ലാക്ക് 2 ഇട്ട് കൊടുക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നേ. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുന്ന 2 പേർക്ക് ദിയാസ് കളക്ഷൻസിൻ്റെ വക ഒരു ഓണം ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. മാക്സിമം ലൈക്കും ഷെയറും കമൻറ്റുമുള്ള 2 പേർക്കായിരിക്കും കേട്ടോ ഈ സമ്മാനം കിട്ടുന്നത്. ഓണത്തിന് 2 ദിവസം മുമ്പേ ആർക്കാണെന്ന് അനൗൺസ് ചെയ്യുന്നതാണേ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തോളൂ. നമ്മുടെ 3 ടൈപ്പ് ഇയറിങ്സ് ഏകദേശം ഒരേപോലത്തെ രീതിയിലുള്ള ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്ന ഇയറിങ്സ് റെഡിയാണ് കേട്ടോ. ഇതുപോലത്തെ ഹാൻഡ് മെയ്ഡ് ഇയറിങ്സോ ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസോ ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ DM ചെയ്യുക. എങ്ങനെയുണ്ട്? നല്ല സൂപ്പറല്ലേ? റെഡ് കളറും ബ്ലാക്ക് കളറും പിന്നെ ഈ ഒരു ലോങ് ടൈപ്പ്. ഇത് അത്ര ലോങ് അല്ല. 3 ടൈപ്പ് ഇപ്പം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.